അപ്പോൾ ഇന്ന് പത്രവിശേഷങ്ങളുമായി വി എസ് സനോജാണ് എനിക്കിപ്പോൾ ഉള്ളത്. വി എസ് സനോജ്, ഗുഡ് മോർണിംഗ്. സേതു, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട്? സുഖമായിട്ടിരിക്കുന്നു. ഇന്നലെ വി എസ് സനോജ് ഓണം ആഘോഷിക്കാനൊക്കെ പോയി എന്ന് പറഞ്ഞാൽ എനിക്ക് പിന്നീട് ഞാൻ ഡെസ്കിലെത്തിയപ്പോൾ എന്നോട് സങ്കടമൊക്കെ പറഞ്ഞിരുന്നു. കാരണം വി എസ് സനോജ് പനി പിടിച്ച് കിടപ്പിലായിരുന്നു. അതിനെ ഞാൻ ഓണം ആഘോഷിക്കാൻ പോയി എന്ന് തെറ്റായി വ്യാഖ്യാനിച്ചു, അങ്ങനെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് കുറച്ച് സെഡായിരുന്നു വി എസ് സനോജ്. അങ്ങേയറ്റം അപകീർത്തികരമായ പ്രസ്താവനകൾ അപകീർത്തികരമായ പ്രസ്താവന ഞാൻ നടത്തി എന്നൊക്കെ പറഞ്ഞിരുന്നു വി എസ് സനോജ്. അപ്പോൾ പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്കാണ് ഞാൻ പറയുന്നത്, വി എസ് സനോജ് ഓണം ആഘോഷിക്കാൻ നാട്ടിൽ പോയതല്ല, പനി പിടിച്ച് പോയതാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു സദ്യയൊക്കെ ഉണ്ട്, ഒന്ന് ഊഞ്ഞാലൊക്കെ ആടി ഒന്നങ്ങ് തിരിച്ചു വന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ വി എസ് സനോജ്, അപ്പോൾ ഇന്നത്തെ വാർത്തകൾ എന്തൊക്കെയാണ് പത്രങ്ങളിൽ? ഇന്ന് എനിക്ക് ഏറ്റവും കൗതുകകരമായ സമരം നടന്ന ഒരു ദിവസം അല്ലെങ്കിൽ കുറേ മണിക്കൂറുകൾ എന്ന് പറയേണ്ടി വരും. കാരണം നേപ്പാളിലെ ജൻസി എന്ന് മാതൃഭൂമി എഴുതുന്നതിൻ്റെ കാരണം, അല്ലെങ്കിൽ ലോകത്തിലെ മാധ്യമങ്ങൾ അത് വലിയ പ്രാധാന്യത്തോടെ നൽകിയതിൻ്റെ കാരണം, ഇത് നമ്മൾ ഒരുപക്ഷെ നേരത്തെ ആലോചിക്കാതിരുന്നതോ അല്ലെങ്കിൽ നിലവിൽ ഇനി അങ്ങോട്ട് ഒരുപക്ഷെ സംഭവിക്കാൻ പോകുന്നതോ ആയ ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം സോഷ്യൽ മീഡിയ ആപ്പുകളെല്ലാം നിരോധിക്കപ്പെട്ട കുറേ മണിക്കൂറുകൾ നേപ്പാളിൽ സംഭവിക്കുന്നു. തുടർന്ന് വലിയ രീതിയിലുള്ള പ്രക്ഷോഭം അവിടെ നടക്കുന്നു. കാഠ്മണ്ഡുവിലടക്കം വലിയ രീതിയിലുള്ള കലാപത്തി എന്ന് പറയാവുന്ന തരത്തിലേക്ക് തെരുവുകൾ മുഴുവൻ കത്തിക്കുന്ന അല്ലെങ്കിൽ വലിയ രീതിയിൽ പോലീസുമായി ഏറ്റുമുട്ടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഒരുപക്ഷെ ഈ ഇന്ത്യയിലിപ്പോൾ കുറച്ച് ദിവസങ്ങൾ നമ്മൾ വെറുതെ സങ്കല്പിക്കുക, ഈ സോഷ്യൽ മീഡിയ ആപ്പുകളെല്ലാം നിരോധിക്കപ്പെടുകയോ ഇല്ലാതാവുകയോ ഏതെങ്കിലും തരത്തിൽ തടസ്സപ്പെടുകയോ ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായാൽ ഇതൊക്കെ തന്നെ ഇന്ത്യയിലും സംഭവിക്കാം. കാരണം ആ രീതിയിൽ അത്രമേൽ എന്താ പറയുക, നമുക്കൊരു ഇൻസ്റ്റഗ്രാമബിൾ ലൈഫിലൂടെ പോകുന്ന മനുഷ്യർ എന്ന നിലയിൽ ഈ തലമുറയെ സംബന്ധിച്ചോ അല്ലെങ്കിൽ പുതിയ കാലത്തെ സംബന്ധിച്ചോ വലിയ രീതിയിലുള്ള അവരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അത് തടസ്സം നേരിട്ടതോടെ നേപ്പാൾ കത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഏതായാലും ഒരുപാട് വൈകി, ഇത്രയും മണിക്കൂറുകൾക്ക് ശേഷം ആ നിരോധനം പിൻവലിക്കപ്പെട്ടു. പക്ഷേ അപ്പോഴത്തേക്കും 20ഓളം ആളുകൾ മരിക്കുന്ന സാഹചര്യം ഉണ്ടായി. അവിടുത്തെ ആഭ്യന്തരമന്ത്രി രാജിവെക്കേണ്ട സാഹചര്യം വന്നു. ഏതായാലും നേപ്പാളിലെ ജൻസി അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അതാണ് മാതൃഭൂമിയുടെ തലക്കെട്ട് തന്നെ അങ്ങനെയാണ്, നേപ്പാളിൽ ജൻസി എന്നാണ്. അപ്പോൾ സാമൂഹിക മാധ്യമങ്ങളുടെ ഈ ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം എന്നിവ അടക്കമുള്ള 26 സാമൂഹിക മാധ്യമങ്ങൾ നിരോധിച്ചുകൊണ്ടുള്ള നേപ്പാൾ സർക്കാരിനെതിരെ ഒരു ജൻസി വിപ്ലവം തന്നെ അവിടെ നടന്നു എന്ന് ഏതായാലും മാതൃഭൂമി എഴുതുന്നു. ഈ വാർത്ത തന്നെയാണ് എല്ലാ പത്രങ്ങളുടെയും പ്രധാനപ്പെട്ട വാർത്ത. ഇതൊരു വലിയ വിഷയമായി ഉയർന്നു. അതിൻ്റെ മണിക്കൂറുകൾക്ക് ശേഷം അവിടെ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ പ്രശ്നമായി, പ്രതിസന്ധിയായി. അത് ഭരണകൂടത്തെ തന്നെ ബാധിച്ചു. ഏതായാലും അതിൽ ഇപ്പോൾ മാറ്റം വന്നിരിക്കുന്നു. കാരണം ഇത് IT മന്ത്രാലയത്തിൻ്റെ ഒരു രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് റിന്യൂവൽ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഒരു പ്രശ്നം നിലനിന്നു. അതിനെ തുടർന്നാണ് അവർ തൽക്കാലത്തേക്ക് നിരോധനം ഏർപ്പെടുത്തിയത്. ഈ പ്രക്ഷോഭം വളരെ വലിയ രീതിയിലേക്കുള്ള ഒരു സംഘർഷമായി മാറിയ സാഹചര്യത്തിൽ അവർ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ ബാക്കി ഇൻ്റർനെറ്റ് മൊത്തത്തിൽ കട്ട് ചെയ്തു, ഫോൺ സർവീസുകളും നിർത്തിവെച്ചു. ഇത് കൂടുതൽ പ്രകോപനം ഉണ്ടാക്കുകയും പാർലമെൻറ്റ് ആക്രമിക്കുന്ന തരത്തിലേക്ക് യുവാക്കൾ എത്തുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ഇന്നലെ റിപ്പോർട്ട് ചെയ്തതാണ്. പക്ഷേ അത് ഒരു വലിയ പ്രശ്നമായി മാറുന്നു. ഇത് ഒരുപക്ഷെ പുതിയ തലമുറയുടെ അല്ലെങ്കിൽ പുതിയ തലമുറയുടെ കാലത്തെ ഒരു വലിയ സമരം എന്ന രീതിയിലേക്ക് മാറുകയോ, ഈ രീതി തുടർന്നാൽ മറ്റു രാജ്യങ്ങളിലേക്കും ഇത് ഇത്തരത്തിലുള്ളൊരു സാഹചര്യം നേരിടേണ്ടി വന്നാൽ മറ്റു രാജ്യങ്ങളിലും വലിയ രീതിയിലുള്ള പ്രക്ഷോഭമോ കലാപമോ സംഭവിക്കാം എന്നുള്ളതിൻ്റെ ഒരു സൂചനയായിട്ട് നേപ്പാളിലെ സംഭവം കാണേണ്ടി വരും. ഏതായാലും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. എല്ലാ പത്രങ്ങളും അതിൻ്റെ തലക്കെട്ടുകളിലെല്ലാം തന്നെ കൊടുത്തിരിക്കുന്നതും ഇത്തരത്തിൽ തന്നെയാണ്. ഈ ജൻസി പ്രക്ഷോഭം എന്നുള്ളൊരു വാക്ക്, ഈ ജൻസി എന്നുള്ള വാക്ക് തന്നെ ഏറ്റവും കൂടുതൽ തലക്കെട്ടുകളിൽ ഉപയോഗിക്കപ്പെട്ട ദിവസം എന്ന് വേണമെങ്കിൽ പറയാം. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് ഞാൻ മാതൃഭൂമിയുടെ 1-2 വാർത്തകളിലേക്ക് പോയതിന് ശേഷം മറ്റു പത്രങ്ങളിലേക്ക് വരാം. മാതൃഭൂമിയിൽ ആധാറുമായി ബന്ധപ്പെട്ട ബീഹാറിലെ ഈ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷനുമായി ബന്ധപ്പെട്ട് SIRമായി ബന്ധപ്പെട്ടുള്ള ആധാറിനെ 12ാമത്തെ രേഖയാക്കി നിലനിർത്തുകയും ഒപ്പം ആധാറിനെ തിരിച്ചറിയൽ രേഖയാക്കി ഉപയോഗിക്കണമെന്നുള്ള സുപ്രീം കോടതിയുടെ കർശനമായ ഒരു താക്കീത് അല്ലെങ്കിൽ നിർദ്ദേശം കൂടെ അതിനോട് ചേർന്നിരിക്കുന്നു. പക്ഷേ ഇതൊരു പൗരത്വ രേഖയില്ല എന്നുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ആവശ്യത്തെ സുപ്രീം കോടതി അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്നു. ഏതായാലും വ്യാജൻ ഉള്ളതുകൊണ്ടാണ് ആധാറിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു പൗരത്വ രേഖയല്ലാതാകുന്നത് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞ സാഹചര്യത്തിൽ സുപ്രീം കോടതി തന്നെ പറയുന്നുണ്ട്, വ്യാജൻ ഏത് രേഖയിൽ വേണമെങ്കിൽ ഉണ്ടാകാം. ഏതായാലും ആ വാർത്തയാണ് 1-ാം പേജിൽ മാതൃഭൂമി നൽകിയിരിക്കുന്നത്. ഒപ്പം പീച്ചിയിലെ
ഇൻസ്പെക്ടറുടെ നടപടിയുമായി ബന്ധപ്പെട്ട ഈ ഇൻസ്പെക്ടർ നടത്തിയിട്ടുള്ള പോലീസ് അട്രോസിറ്റീസിൻ്റെ ഒരുപാട് വാർത്തകളുള്ള ദിവസമാണ്. ഇന്നലെയും അങ്ങനെ തന്നെയായിരുന്നു. ധാരാളം വാർത്തകൾ എല്ലാ പത്രങ്ങളിലും, മനോരമ അടക്കം എല്ലാ പത്രങ്ങളിലും ഏതാണ്ട് 1.5 പേജോളം പ്ലേസ് ചെയ്യപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് കേരളത്തിലെ പോലീസ് അതിക്രമവുമായി ബന്ധപ്പെട്ടും സ്റ്റേഷനിലേക്ക് വരുന്ന ആളുകളോട് വളരെ മോശമായി ബിഹേവ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ്. ഏതായാലും ഇൻസ്പെക്ടറോട് വിശദീകരണം തേടും, ശിക്ഷാ നടപടി ഉണ്ടാകും എന്ന് മാതൃഭൂമിയുടെ വാർത്തയിലുണ്ട്. ഒപ്പം മറ്റ് വാർത്തകളിലേക്ക് കടന്നാൽ ഉൾപേജുകളിൽ പേജ് 7 ഇത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. പക്ഷേ ഇതിൽ ഒരു നമ്മൾ ഇന്ന് ചർച്ച ചെയ്യപ്പെടേണ്ട ഇപ്പോൾ സുപ്രീം കോടതിയുടെ വിധിയെക്കുറിച്ച് പറഞ്ഞു, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനോടുള്ള നിർദ്ദേശത്തെക്കുറിച്ച് പറഞ്ഞു. അതിൻ്റെ തന്നെ ഒരു എക്സ്റ്റൻഷൻ എന്ന് പറയാവുന്ന മറ്റൊരു വാർത്ത മാതൃഭൂമിയുടെ 7-ാം പേജിലുണ്ട്. അത് രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തിന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജ്ഞാനേഷ് കുമാർ നടത്തിയിട്ടുള്ള മറുപടി. ആ മറുപടി വാർത്താ സമ്മേളനം നമ്മൾ ശ്രദ്ധിച്ചിരിക്കും, നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. നമ്മൾ അന്നെല്ലാം പറഞ്ഞ ഒരു കാര്യമാണ്. അതൊരു രാഷ്ട്രീയ മറുപടി ആയിട്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താ സമ്മേളനം നടത്തിയത്. ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് നടത്തുക എന്നുള്ളത് ഇത്തരത്തിലുള്ള പദവികളിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് യോജിച്ച നടപടിയല്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ അങ്ങനെയാണ് സംഭവിച്ചത്. അതേസമയം അക്കമിട്ട് നിരത്തി ആ വസ്തുതകൾ ഇന്നതാണ് അതിന് കമ്മീഷൻ്റെ മറുപടി എന്ന് പറയുന്നതിൽ കമ്മീഷൻ പരാജയപ്പെടുകയും ചെയ്തിരുന്നു. ഈ റിപ്പോർട്ടുകളുടെ നമ്മളന്നൊക്കെ പറഞ്ഞ കാര്യമാണ്, പല റിപ്പോർട്ടേഴ്സും മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തതാണ്. അത് തന്നെയാണ് ഇപ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ സമീപനത്തെ വിമർശിച്ചുകൊണ്ട് മുൻ കമ്മീഷണർമാർ പറഞ്ഞിരിക്കുന്നു. ആ വാർത്ത വളരെ പ്രാധാന്യത്തോടു കൂടെ നൽകിയിരിക്കുന്നു. കാരണം ഇന്ത്യ ടുഡേയുടെ ഒരു കോൺക്ലേവ് അവർ സംഘടിപ്പിച്ചിരുന്നു. അതിൽ നേരത്തെ ഉണ്ടായിരുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായിരുന്ന SY ഖുറേഷി അടക്കം, അശോക് ലവാസയും OP റാവത്തും അടക്കമുള്ളവർ ജ്ഞാനേഷ് കുമാറിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് ശരിയായില്ല എന്നൊരു അഭിപ്രായം മുന്നോട്ട് വച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയ്ക്ക് ഒരു പ്രാധാന്യത്തോടെ നൽകിയിരിക്കുന്നു. സ്പോർട്സ് പേജിലേക്ക് വന്നാൽ നെയ്മറിനൊരു ആരാധകൻ, ഒരു ശതകോടീശ്വരനായ ആരാധകൻ സ്വത്തുക്കൾ മുഴുവൻ എഴുതി വെച്ചു എന്നുള്ളൊരു വാർത്ത അത് ഇന്നലെ വന്നിരുന്നു. ഈ നെയ്മറിന് കിട്ടുമോ 10,000 കോടി സ്വത്ത് എന്നുള്ളതാണ്. അദ്ദേഹത്തിന് വിൽപത്രം തയ്യാറാക്കിയ സമയത്ത് മറ്റാളുകളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മരിക്കുന്നതിന് മുമ്പ് തയ്യാറാക്കിയ വിൽപത്രത്തിലാണ് ഇത് നെയ്മറിന് എഴുതി വെച്ചിരിക്കുന്നത്. ഈ വാർത്ത ഒരു കൗതുകരമായ വാർത്തയാണ്. നെയ്മറിന് ഇനി പൈസ കിട്ടിയാലും ഇല്ലെങ്കിലും ആ വാർത്തയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഒപ്പം CPIയുടെ സംസ്ഥാന സമ്മേളനത്തിന് തുടക്കമായിരിക്കുന്ന ഒരു സമയത്ത് അവിടെ CPIയുടെ സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായി അവതരിപ്പിച്ച നാടകത്തിലെ നടൻ അതേ അരങ്ങിൽ വിവാഹിതനായി എന്ന് പറയുന്ന ഒരു കൗതുക വാർത്ത ആലപ്പുഴയിൽ നിന്ന് ഗോപിക ദിലീപ് എന്ന് പറയുന്ന റിപ്പോർട്ടറുടെ ഒരു വാർത്ത മാതൃഭൂമിയിലുണ്ട്. പ്രശാന്തിന് നാടകാന്തം പതിത്വം എന്നാണ് എഴുതിയിരിക്കുന്നത്. CPI സംസ്ഥാന സമ്മേളനത്തിലെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം, ബിനോയ് എല്ലാവരും ഏതായാലും ആ ചടങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട്. അതാണ് മാതൃഭൂമിയെ സംബന്ധിച്ചിടത്തോളം. മനോരമയിൽ പറഞ്ഞ പോലെ ആളിക്കത്തിയൊരു യുവരോഷം തന്നെയാണ്. പക്ഷേ ഞാൻ ആ വാർത്തയിലേക്ക് ഇനി പോകുന്നില്ല. പകരം CP രാധാകൃഷ്ണൻ, B സുദർശൻ റെഡ്ഡി, ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്ന് രാജ്യത്തിൻ്റെ പുതിയ ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുകയാണ്. അതിൻ്റെ വോട്ടെടുപ്പ് നടക്കാൻ പോകുന്നു. ഒപ്പം വോട്ടെണ്ണൽ വൈകിട്ട് 6 മണിക്ക് അറിയാം ആരാണ് എന്നുള്ളത്. അതിൽ വളരെ ഒബ്വിയസ് ആണ്. അതായത് ഈ അദ്ദേഹത്തിൻ്റെ NDA സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള CP രാധാകൃഷ്ണന് ജയിക്കാനുള്ള സാധ്യതകൾ തന്നെ നിലനിൽക്കുന്നതുകൊണ്ട് അതിൽ ആര് ജയിക്കുമെന്നതിന് വലിയ കൗതുകമൊന്നുമില്ല. പക്ഷേ ഏതായാലും ആ വാർത്തയും അതിലേതൊക്കെ പാർട്ടികൾ വിട്ടുനിൽക്കുന്നു, ഇപ്പോൾ BRSൻ്റെ കാര്യത്തിലും ഒപ്പം തന്നെ ബിജു ജനതാദളിൻ്റെ കാര്യത്തിലും ഒക്കെയുള്ള അവർ വിട്ടുനിൽക്കുന്നു എന്ന് പറയുന്ന കാര്യങ്ങളുണ്ട്. ഏതായാലും എങ്കിൽ പോലും അത് NDA സഖ്യത്തിന് ജയിക്കുന്നതിന് വലിയ തടസ്സം ഇല്ലാത്ത ഒരു കാര്യമാണ്. ഏതായാലും ആ വാർത്ത ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ് എന്ന് പറയാം. ഒപ്പം ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ പുലിക്കളിയുടെ വാർത്തയും അതിൻ്റെ ചിത്രങ്ങളും ധാരാളം നന്നായി തന്നെ പത്രങ്ങൾ കവർ ചെയ്തിട്ടുണ്ട്. ഇന്ന് മനോരമയുടെ 6-ാം പേജിൽ പുലിക്കളിയുടെ ചിത്രം വളരെ പ്ലേസ് ചെയ്തിരിക്കുന്നു. വളരെ വലിയ രീതിയിൽ തന്നെ അവർ ഏതാണ്ടൊരു 6 കോളത്തിൽ ചിത്രം പ്ലേസ് ചെയ്തിരിക്കുന്നത് കാണാം. ആ വാർത്തയ്ക്ക് ഇന്നലെ അത് ചാനലുകളെ സംബന്ധിച്ചെല്ലാം രാവിലെ മുതൽ വൈകുന്നേരം വരെ ലൈവിൽ നിന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ്. ഏതായാലും അതിൻ്റെ ചിത്രങ്ങൾക്കാണല്ലോ കൂടുതൽ പ്രാധാന്യം. ഇന്ന് ഹിന്ദുവിലും അത് സംബന്ധിച്ച പടമുണ്ട്. ആ പടത്തിൽ ഒരു ഒമാനിൽ നിന്നുള്ള ഒരു പൗരൻ, അദ്ദേഹം പുലിക്കളിയിൽ പങ്കെടുക്കുന്ന, നമ്മളുടെ ഇൻ്റർവ്യൂവിലെല്ലാം പുള്ളി മലയാളം പാട്ടൊക്കെ പാടിയിരുന്നു. അദ്ദേഹത്തിൻ്റെ പടവും ഇന്ന് ഹിന്ദു പത്രത്തിലുണ്ട്. മറ്റൊന്ന് ഈ രജനീകാന്തും കമൽഹാസനും 46 വർഷത്തിന് ശേഷം ഒരുമിച്ച് അഭിനയിക്കുന്നു എന്നുള്ളൊരു വാർത്ത
മലയാള മനോരമ നൽകിയിട്ടുണ്ട്. അതൊരു നമുക്ക് ആരാധകരെ സംബന്ധിച്ചൊക്കെ തന്നെ ഒരു കൗതുകമുള്ള വാർത്തയാണ്. ഒപ്പം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 9-ാം പേജ് മുഴുവൻ പോലീസ് അട്രോസിറ്റീസും അതിൻ്റെ പരാതികളും അതിൽ ഓരോ പ്രദേശത്തെയും നേതാക്കളുടെ ഇടപെടലുകളുമായി ഉണ്ടായ കാര്യങ്ങളും പിന്നെ പോലീസിൻ്റെ അസോസിയേഷനുകളിലെ നേതാക്കളടക്കമുള്ളവർ ഇതിലെങ്ങനെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഇപ്പോഴും പ്രൊട്ടക്ഷൻ നേരിടുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെയുണ്ട്. അതെല്ലാം വളരെ വിശദമായി തന്നെ ഏതായാലും മലയാള മനോരമ നൽകിയിരിക്കുന്നു. ഒപ്പം സ്പോർട്സിൽ അറേബ്യൻ നൈറ്റ്സ് എന്ന തലക്കെട്ടിൽ വളരെ വിസ്തരിച്ച് തന്നെ ഏഷ്യ കപ്പ് 2020 ക്രിക്കറ്റിന് ഇന്ന് തുടക്കം ആകുന്നു എന്നുള്ള വാർത്തയുണ്ട്. ഹിന്ദു പത്രത്തിനെ സംബന്ധിച്ച് ഈ ആക്സെപ്റ്റ് ആധാർ ആസ് ഐഡൻറ്റിറ്റി പ്രൂഫ് എന്ന് പറയുന്ന ആ വാർത്തയ്ക്ക് തന്നെയാണ് അവർ ഹിന്ദുവിൻ്റെ തലക്കെട്ടിൽ പ്രാധാന്യം നൽകിയിരിക്കുന്നത്. അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഒപ്പം നേരത്തെ പറഞ്ഞതുപോലെ BJDയും BRSും അകാലിദളും വൈസ് പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ അവർ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കും എന്നുള്ള വാർത്ത ഹിന്ദു പ്രാധാന്യത്തോടുകൂടെ നൽകിയിരിക്കുന്നു. മറ്റ് പത്രങ്ങളിലേക്ക് വന്നാലും ഏതാണ്ട് ഇത്തരത്തിലുള്ള വാർത്തകളാണ്. പക്ഷേ അതിൽ മാധ്യമം മറ്റൊരു വാർത്ത എന്ന് പറയാവുന്നത്, അല്ലെങ്കിൽ ഇതിലൊന്നും വരാത്തൊരു വാർത്ത എന്ന് പറയുന്നത്, ഈ മുൻകൂർ ജാമ്യത്തിൽ സെഷൻസ് കോടതികളെ മറികടക്കുകയും കേരള ഹൈക്കോടതി തന്നെ അത് കൂടുതലായിട്ട് പരിഗണിക്കുകയും ചെയ്യുന്നതിൽ സുപ്രീം കോടതിയുടെ വിമർശനത്തിന് അത് കാരണമായിരിക്കുന്നു. എന്തിനാണ് ഇത്രയധികം മുൻകൂർ ജാമ്യ ഹർജികൾ ഹൈക്കോടതി പരിഗണിക്കുന്നതെന്ന് സുപ്രീം കോടതി കേരള ഹൈക്കോടതിയോട് ചോദിച്ചിരിക്കുന്നു. അത് പലതും ഈ പറഞ്ഞതുപോലെ സെഷൻസ് കോടതികളെ മറികടക്കേണ്ടതോ അല്ലെങ്കിൽ അവിടെ പോയി പരിഹരിക്കപ്പെടേണ്ട കാര്യമാണ്. അതിനെന്തിനാണ് നിങ്ങൾ അതിന് കൂടുതൽ പരിഗണന നൽകുന്നത് എന്നുള്ള ഒരു വിമർശനം ഉണ്ടായിട്ടുണ്ട്. ഒപ്പം അർജിത് സിംഗിൻ്റെ പാട്ട് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. അർജിത് സിംഗ് ലണ്ടനിൽ പാട്ട് പാടുക സമയം കഴിഞ്ഞതുകൊണ്ട് സംഘാടകർ ഫ്യൂസ് ഊരി എന്നുള്ള വാർത്ത മാധ്യമത്തിൽ വന്നിട്ടുണ്ട്. അത് ഒരു കൗതുക വാർത്ത എന്ന് പറയാം. ദേശാഭിമാനിയെ സംബന്ധിച്ച് ഇന്ന് US-നെ പ്രീണിപ്പിക്കാൻ ഇസ്രായേൽ ബാന്ധവത്തിന് കേന്ദ്രം എന്ന് പറഞ്ഞുകൊണ്ട് കൊലയാളി രാഷ്ട്രവുമായി കരാർ എന്ന് പറഞ്ഞ ഇസ്രായേൽ കരാറുമായി ബന്ധപ്പെട്ടൊരു വാർത്തയ്ക്ക് ദേശാഭിമാനി പ്രാധാന്യം നൽകിയിരിക്കുന്നു. ഒപ്പം സുപ്രഭാതത്തിൽ രണ്ടാം റഷ്യൻ വിപ്ലവം എന്ന് പറഞ്ഞുകൊണ്ട് റഷ്യയുടെ ക്യാൻസർ വാക്സിൻ പരീക്ഷണം 100% വിജയം എന്നൊരു വാർത്തയുണ്ട്. ടൈംസ് ഓഫ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അൽക്കരസിൻ്റെ വിജയത്തിന് അവർ പ്രാധാന്യം നൽകിയിരിക്കുന്നു. ഒപ്പം ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ തലക്കെട്ടിലും പ്രധാനമായി ഉള്ളത് നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഈ ജൻസി വിപ്ലവം തന്നെയാണ്. ഏതായാലും ഇന്ന് സമയത്തിൻ്റെ പരിമിതി കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. വീക്ഷണത്തിൻ്റെ ഒരു ചിത്രത്തെക്കുറിച്ച് കൂടെ പറഞ്ഞുകൊണ്ട് അത് ആ പ്രകടനം നടത്തിയതിനെതിരെ പോലീസിൻ്റെ വീണ്ടും അവർ ഒരു പ്രവർത്തകനെ കഴുത്തിന് പിടിക്കുന്ന ചിത്രം വീക്ഷണത്തിൻ്റെ 1-ാം പേജിലുണ്ട്. ഗുണ്ടാഭാവെ ദൃഢകൃതി എന്ന് പറഞ്ഞുകൊണ്ട്. സേതു, ഞാൻ ഏതായാലും ഇന്നത്തെ നമ്മുടെ സെഷൻ വൈൻഡപ്പ് ചെയ്യുന്നു. എല്ലാവർക്കും സെറ്റല്ലേ? Yeah.